നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു, നമ്മുടെ സീതപ്പഴത്തിൻ്റെ പ്രൂണിങ്. അപ്പം ഞാൻ അന്ന് പറഞ്ഞു ഓരോ ചെടിക്കും ഓരോ തരത്തിലാണ് പ്രൂൺ ചെയ്യേണ്ടത്. നമ്മൾ സീതപ്പഴം പ്രൂൺ ചെയ്തതെല്ലാം മുകളിൽ നിന്നാണ് പ്രൂൺ ചെയ്തത്. ഇത് നമ്മുടെ ബേറാപ്പിളാണ്. ഇത് നമ്മുടെ ബേറാപ്പിൾ, നമ്മൾ പെയിൻറ്റ് ബക്കറ്റ് വെച്ചേക്കുന്ന ബേറാപ്പിളാണ്. ഇപ്പോൾ ഇതിനൊരു 2 വർഷം പ്രായം ഉള്ള ബേറാപ്പിളാണ്. ഞാൻ വെച്ചിട്ട് ഈ പെയിൻറ്റ് ബക്കറ്റ് നിൽക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമായി. അപ്പം ഇതിൻ്റെ പ്രൂണിങ്ങാണ് ഇത്. ഇതിൻ്റെ പ്രൂണിങ് നമ്മുടെ മാവോ സീതപ്പഴം ഒന്നും പോലെ മുകളിൽ നിന്ന് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെ മാവിനൊക്കെ നമുക്ക് ഓരോ സ്റ്റെപ്പ് വെച്ചാൽ കട്ട് ചെയ്യേണ്ടത്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് അടിയോടെ അങ്ങ് ചെത്തുക. അതാണ് ബേറാപ്പിളിൻ്റെ പ്രൂണിങ് സ്റ്റൈല്. ഫുൾ ഒരു ദാക്ഷിണ്യം കാണിക്കില്ല. ഈ കമ്പ് ഇങ്ങനെ നോക്കി കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ താഴെ നിന്ന് ഒറ്റ കട്ടിങ്. അതാണിപ്പോൾ കാണിക്കാൻ പോകുന്നത്. പറഞ്ഞ പോലെ ബേറാപ്പിളിൻ്റെ പ്രൂണിങ്. കത്തി എടുക്കുന്നു, ഒരു പ്രൂണർ, കത്തിയല്ല ഒരു പ്രൂണർ എടുക്കുക. ഫസ്റ്റ് മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. വേറെ നിർബന്ധമൊന്നുമില്ല, താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഞാൻ പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. കട്ട് ചെയ്യുന്നു. ഒരു കയറുണ്ട്, അതുകൊണ്ട് അങ്ങനെ കിടക്കുന്നതാണ്. കട്ട് ചെയ്തു. ആ 2 ശിഖരം കൊണ്ടുപോയി. ഈ സമയത്ത് ഇതിൽ ഫ്ലവർ ഉണ്ടാവുമെന്ന് വെച്ചാൽ ഉണ്ടാവും, ചെറിയ കാകളൊക്കെ ഉണ്ടാകും, കണ്ടില്ലേ. പക്ഷേ അതൊന്നും വലിയ മെച്ചമൊന്നും ഉണ്ടാവില്ല. മഴയാണ്, കുറേ പുഴുക്കളുണ്ടാവും. നമുക്ക് എപ്പോഴും നല്ല വേനൽക്കാലത്ത് കിട്ടുന്ന ഫ്രൂട്ടാണ് ഏറ്റവും ബെസ്റ്റായിട്ട് എപ്പോഴും നിൽക്കാറുള്ളത്. ബേറാപ്പിൾ ഈ ഒരു ചെറിയ പെയിൻ ബക്കറ്റിൽ ബേറാപ്പിൾ എനിക്ക് കഴിഞ്ഞ വർഷം 3.5 കിലോ ബേറാപ്പിൾ കിട്ടി ഈ ചെടിയിൽ നിന്ന്. അത് ഞാൻ ഫുള്ള് നമ്മുടെ പഞ്ചസാര ലൈനിട്ട് ആ ഒരു ഇതിലേക്ക് അച്ചാറൊന്നും ഇട്ടില്ല. പഞ്ചസാര ലൈനിട്ട് നമ്മൾ പിന്നെ പഞ്ചസാര ലൈനിൽ മുക്കി വെച്ച് ആക്കിയെടുക്കുക ചെയ്തത്. നല്ല ടേസ്റ്റായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം ബേറാപ്പിളൊന്നും കൊണ്ട് നിലത്ത് നടല്ലേ. നിലത്ത് നട്ടാൽ കുഴപ്പം, നല്ല വളർച്ചയായിരിക്കും. ഒക്കെ ഒരു ചട്ടി വെക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പം നമ്മുടെ പ്രൂണിങ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് അടുത്തെടുക്കാൻ പോട്ടുന്നു. ഒന്ന് ചെറുതാക്കുന്നേ ഉള്ളൂ, അത് പ്രത്യേകിച്ച് വേറെ കാര്യമൊന്നുമില്ല. ഇപ്പോൾ വെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സീസണിലേക്ക് ആകുമ്പോൾ അത്യാവശ്യം കാകളാവും. ഇതൊക്കെ കായുണ്ട് കേട്ടോ. അതല്ലേ, ഇത് കായുണ്ട്, കുറച്ച് ഫ്ലവറുണ്ട്. കണ്ടോ, ഇത് കായുണ്ട്. കായൊക്കെ ഉണ്ടാക്കി കുറച്ച് വലിയ കായുണ്ട്. ഇതൊന്നും നോക്കുകയോ ചെയ്യില്ല. നമുക്ക് വേണ്ടത് അടുത്ത സീസണിലേക്ക് തയ്യാറാക്കുക, അത്രേ ഉള്ളൂ. അപ്പം അടുത്ത കപ്പ് കട്ട് ചെയ്യുന്നു. അത് ഞാൻ കെട്ടിയിട്ടേക്കുന്ന കമ്പാണ്, അങ്ങനെ ആകാശത്ത് നിൽക്കുക. അത് ഇനിയിപ്പം താഴെ നമുക്ക് കട്ട് ചെയ്യണം. ചിലപ്പോൾ ഇന്ന് സോ എടുക്കേണ്ട ആവശ്യം വരും, കാരണം കുറച്ച് കട്ടിയുണ്ട്. അപ്പം ചിലപ്പോൾ പ്രൂണർ വെച്ച് ആക്കി അത് ചതഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ചെറിയ കമ്പ് ആദ്യം വെട്ടിക്കളയുന്നത്. കണ്ടോ, ഇപ്പോൾ ഇത്രയും ഒരു അവസ്ഥയായി. പക്ഷെ ഇത് പോരാ, എൻ്റെ കണക്കൂട്ടിൽ ഇതൊന്നും ആയിട്ടില്ല. പിന്നെയും വെട്ടണം. ഇനിയിപ്പം നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്യാം, അതിൻ്റെ ആവശ്യമുള്ളൂ. അങ്ങനെ ഒരു വലിയ കമ്പ് കണ്ടോ, കായക്കൊണ്ട് ഓക്കെ ചെയ്യല്. പ്രൂണിങ് ഈസ് എ പ്രൂണിങ്. അങ്ങ് വെട്ടി ഒഴിവാക്കുക, അത്രേ ഉള്ളൂ. ബേറാപ്പിളൊക്കെ താഴേന്ന് പൂഞ്ഞിൻ്റെ സാധനം കണ്ടോ, ഇത്ര ലെവലായി. ഈ കമ്പ് ഇത് കമ്പേ ആവശ്യമില്ല, ഇത് ഉള്ളിലേക്ക് വളരുന്ന കമ്പ്. നമുക്ക് ഇത് ഇവിടെ വെച്ചേ കട്ട് ചെയ്യാം. ആ കമ്പ് ആവശ്യമില്ല. ഉള്ളിൽ നിന്നും വളരുന്ന ഇതൊക്കെ ഒഴിവാക്കുക. ഇതൊക്കെ കണ്ടോ, ഹെൽത്ത് അല്ലാതെ നിൽക്കുന്ന കുറേ ആയിട്ട് നിൽക്കുന്ന സെയിം ആയിട്ട് നിൽക്കുന്ന കമ്പുകളാണ്. ഇതൊക്കെ നമുക്ക് താഴേന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം, അതിൻ്റെ ആവശ്യമില്ല. ഈ ഒരു കമ്പ് ഞാൻ നിർത്തണമെന്ന് തീരുമാനിച്ചിട്ടില്ല. ചിലപ്പോൾ ഇതും കൂടി അങ്ങ് ഫുള്ളായിട്ട് തന്നെ ഒഴിവാക്കുന്നു, കാരണം അത് കുറേ ആയിട്ട് വേസ്റ്റാണ്. ചെറിയൊരു ആരോഗ്യമില്ലാത്തൊരു കമ്പ്, ആരോഗ്യമില്ലാത്ത കമ്പും കൂടെ അങ്ങ് വെട്ടിക്കളയാം. കണ്ടില്ലേ, ഇതിപ്പം ഇനി അടുത്ത ഇവിടെ നിന്ന് ഞാൻ കഴിഞ്ഞ വർഷം പ്രൂൺ ചെയ്താണ് ഈ കാണുന്നത് കേട്ടോ. ഈ കാണുന്നത് കഴിഞ്ഞ പ്രാവശ്യം പ്രൂവ് ചെയ്തത് ഇവിടെയൊക്കെ. അപ്പോൾ അതിൽ നിന്ന് വന്ന കമ്പളാണ് ഇത്. ഇനിയിപ്പം ഇവിടെ വെച്ചിട്ട് ഈ ഒരു ലെവലിൽ നമുക്ക് ഇതും കൂടെ അങ്ങ് കട്ട് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്തൊരു കമ്പ് അത് ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യാം. ഇത്
കുറച്ച് ഹൈറ്റ് ഉണ്ട്. നമുക്ക് ഈ ഒരു ലെവലിൽ തന്നെ എല്ലാം നിർത്താം. ഇതൊക്കെ ഒരു ലെവലായി, അത് ലെവലായി. അപ്പം ഇത് നമുക്ക് ഇവിടെ വെച്ച് ഇത് കട്ട് ചെയ്ത് ലെവലാക്കാം. അതും പോയി. അതുപോലെ ഇതും ആ ഒരു ലെവലിൽ കണ്ട് ഈ ഒരു ലെവലിൽ ഇതങ്ങ് കട്ട് ചെയ്യാം. ഓക്കെ. ഇനിയിപ്പം ഇത് നേരത്തെ കട്ട് ചെയ്ത കമ്പാണ്, അത് ഒഴിവാക്കി. ഇനിയിപ്പോൾ ഈ ഒരു കമ്പേ ഉള്ളൂ. ഇത് നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു കമ്പ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം. എന്താല്ലേ ഒരു വലിയ മരം, എന്താല്ലേ അത്യാവശ്യം വലിയൊരു പേരാപ്പിളായിരുന്നു. ഇപ്പോൾ നോക്കിയേ 3, 4, 5 കമ്പ് മാത്രം, 2, 3, 5 കമ്പ് മാത്രമായിട്ട് അവശേഷിക്കുക. ഇതാണ് ബേറാപ്പിളിൻ്റെ പ്രൂണിങ്. ഇങ്ങനെ വേണം ബേറാപ്പിൾ പ്രൂൺ ചെയ്യാൻ. അല്ലാതെ ഒരിക്കലും മുകളിൽ വെച്ച് കട്ട് ചെയ്ത് നമ്മൾ സന്തോഷിപ്പിക്കാൻ നിൽക്കരുത്. ആരെ? നമ്മുടെ മനസ്സിന്. കണ്ടോ, അങ്ങനെ പ്രൂണിങ് കഴിഞ്ഞിരിക്കുന്നു. പ്രൂണിങ് കഴിഞ്ഞ് ഈ ഒരു കോലത്തിലേക്ക് ഞാൻ എൻ്റെ ബേറാപ്പിൾ മാറ്റിയിരിക്കുന്നു. ഒരിക്കലും സങ്കടപ്പെടല്. ബെസ്റ്റായിട്ട് ഇതിനിപ്പം ബെസ്റ്റായിട്ട് വളർന്നു വരും. ഈ കാണുന്ന എല്ലാ സ്ഥലത്തും പുതിയ തളിരുകളും നാമ്പുകളും വന്ന് നല്ല രസത്തിൽ ശിഖരങ്ങൾ വരും. അടുത്ത ഡിസംബറിലേക്ക് ആകുമ്പോൾ, അതായത് ഇനിയിപ്പോൾ 6 മാസം സമയമല്ലേ ഉള്ളൂ, അടുത്ത ഡിസംബറിലേക്ക് ആകുമ്പം, അല്ലെങ്കിൽ ഡിസംബർ തുടങ്ങുന്നതിനും ഡിസംബർ നവംബറൊക്കെ ആകുമ്പം നല്ല പോലെ ശിഖരമൊക്കെ വന്ന് പുതിയ ഫ്രൂട്ട്സിന് വേണ്ടിയിട്ട് നമ്മുടെ ബേറാപ്പിൾ റെഡി ആയിട്ട് നിൽക്കും. അല്ല മഴക്കാലത്ത് ഇങ്ങനെ കാടുകൾ വളർത്തിക്കൊണ്ടൊരു കാര്യമില്ല. നമുക്ക് ആവശ്യത്തിനുള്ള ബേറാപ്പിൾ ഈ ഒരു പോട്ടിൽ നിന്ന് കിട്ടും. അപ്പം ഇതാണ് ബേറാപ്പിൾ പ്രൂൺ ചെയ്യേണ്ട ടെക്നിക്ക് ആൻഡ് മെത്തേഡ്. ഇനിയിപ്പോൾ ഇതിലെല്ലാം സാഫ് അടിക്കണം. ഇതിവിടെയൊക്കെ സാഫ് കേൾക്കാനുണ്ട്. ഞാൻ കുറച്ച് കഴിയുമ്പോൾ സാഫ് വെക്കും. ചെറിയ നനവുണ്ട്, നനവ് പോട്ടെന്ന് വെച്ചിട്ടാണ്. അപ്പം ഇതൊക്കെ പോയി കഴിഞ്ഞ് ഇതിലെല്ലാം സാഫ് വെക്കും. ഇതൊക്കെ കഴിഞ്ഞ വർഷം പ്രൂൺ ചെയ്തതാണ്. കഴിഞ്ഞ വർഷം ഈ കാണുന്നതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പ്രൂൺ ചെയ്ത് അതിൽ നിന്ന് വന്ന പുതിയ കമ്പുകളാണ് ഈ കാണുന്നതൊക്കെ. ഇതൊക്കെ അങ്ങനെ ഉണ്ടായതാണ്. ഇനിയിപ്പോൾ കുറച്ച് പൂപ്പിലുണ്ട്. ഇതൊക്കെ ഫംഗസ് ആട്ടോ. നമ്മുടെ ബേറാപ്പിളിൻ്റെ മെയിൻ ശത്രുക്കളൊന്നും ഈ ഫംഗസ്. ഇത് എത്ര പെട്ടെന്ന് ട്രീറ്റ് ചെയ്യണം. അതായത് CO സാഫ് അടിച്ചു കൊടുത്താൽ മാറിക്കോളും, അല്ലെങ്കിൽ ഫുള്ള് ചെടി നശിക്കും. അപ്പം അതിന് വേണ്ടിയിട്ടും കൂടെ സാഫ് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ ഫംഗസാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ അതൊന്ന് ഈ കാണുന്നതൊക്കെ ഫംഗസാണ്, ഈ കാണുന്നതൊക്കെ ഫംഗസാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അടിച്ച് ശരിയാക്കണം. ചെറിയ ചതവ് കണ്ടിട്ടുണ്ട്, കാരണം നമുക്ക് ചെറിയ മൂർച്ച കുറവുണ്ട്. എൻ്റെ കത്തിക്ക് ചെറിയ ചതവുണ്ട്, പക്ഷേ കുഴപ്പമില്ല. ബേറാപ്പിൾ അങ്ങനെ ചതവ് പറ്റിയാലും കുഴപ്പമുള്ള കേസൊന്നുമല്ല. അപ്പം ഇതാണ് നമ്മുടെ ബേറാപ്പിളിൻ്റെ പ്രൂണിങ്. കണ്ടല്ലോ, ഇങ്ങനെ വേണം ബേറാപ്പിൾ പ്രൂൺ ചെയ്യാൻ.